നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡാവിഞ്ചി റിസോൾവ് 19ന്റെ ഫ്യൂഷന്റെ സെക്ഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കളർ ഗ്രേഡിങ്ങിന്റെ ബേസിക് ഒന്ന് പറഞ്ഞു, അതിന്റെ മുന്നേ ജസ്റ്റ് എഡിറ്റിംഗിന്റെ ഒരു ബേസിക് പറഞ്ഞു. ഇന്ന് മൂന്നാമത്തെ സെക്ഷനാണ് ഫ്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ VFX ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോഡ് ബേസിലായതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്കതൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകാം കേട്ടോ. ബേസിക് ആണ് പറയുന്നത്. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കുൾ VFX സ്റ്റുഡിയോ. ഫ്യൂഷനിലേക്ക് കിടക്കുന്നതന്നെ പറയട്ടെ. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഈ നോഡുകളൊക്കെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന ലെയർ ബൈ ലെയർ ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നില്ലേ, അതിന് പകരം നമ്മൾ ഓരോ എഫക്റ്റുകളും സെപ്പറേറ്റ് ഇതിപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണേ, ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇതിന് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യും. ഇതിന് മാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും, ഇവിടെ സെറ്റിങ്സ് ചെയ്യും. ഇതിന് പകരം നമ്മൾ ഫ്യൂഷൻ്റെ അകത്ത് വരുമ്പോൾ വീഡിയോ ഇവിടെ ഇട്ട് അതിന് വേണ്ട എഫക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിലൊക്കെ കളയാനോ പുതിയത് ആഡ് ചെയ്യാനോ ഒക്കെ വളരെ എളുപ്പമാണ്. മാത്രമല്ല നമ്മൾ ഈ ലെയർ ബേസ് എഡിറ്റിങ്ങിനേക്കാളും സ്പീഡും ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സ്പീഡ് മീൻസ് സിസ്റ്റം ഹാങ് ആവില്ല. കുറേ കൂടെ നമുക്ക് വർക്ക് കൂടുതൽ ചെയ്താലും സിസ്റ്റം ഹാങ് ആവുന്നൊരു പ്രശ്നം വരില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ കുറച്ച് ക്ലിപ്പുകൾ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുമ്പോൾ തന്നെ ഫോൾഡറിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ മീഡിയ പൂൾ ഓൺ ചെയ്ത് ഇവിടേക്ക് ജസ്റ്റ് വലിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ കോമ്പോസിഷനായിട്ട് ചെയ്യല്ലേ നമ്മളെ. അപ്പോൾ എന്താ, എഡിറ്റിംഗ് പാനൽ വരിക, അതായത് നമ്മളെ ടൈം ലൈനിൽ തന്നെ വരാം. ഓക്കെ, ഈ ടൈം ലൈനിൽ വന്നിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെ ഈ ഒരു ക്ലിപ്പിലാണ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഫ്യൂഷനിൽ ചെന്ന് ചെയ്താലും കട്ട് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യാം അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു, ട്രിം ചെയ്തു കേട്ടോ. ആക്ച്വലി ട്രിമ്മിങ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ നമ്മൾ മാറ്റുന്നത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട VFX ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, ഇതെന്താ നാക്കേറി ചുറ്റാണ്. VFX ക്ലിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പച്ച സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ് കേട്ടോ. ഗ്രീൻ സ്ക്രീൻ, ബ്ലൂ സ്ക്രീനൊക്കെ ലെഗ് സ്ക്രീൻ റിമൂവ് ചെയ്തിട്ട് FX കയറ്റാൻ വേണ്ടിയുള്ള ക്ലിപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഇവിടം വരെ മതിയില്ല, ഇവിടെ നിങ്ങോട്ടുള്ള ക്ലിപ്പ് അധികമാണ്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, 2 ക്ലിപ്പുകൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അതേപോലെ ഓഡിയോ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് ഓഡിയോ അങ്ങ് ഈ ലൈൻ താഴേക്ക് വലിച്ചാൽ ഓഡിയോ അങ്ങ് കട്ടാവും. അതിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ ഒരു ടൈം ലൈനിലേക്ക് വന്നിട്ട് ഈ 2 വീഡിയോസിനെ സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് ഇവിടെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷനാണ് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്ലിപ്പ് നമുക്ക് ഒരു ഫ്യൂഷൻ ക്ലിപ്പായിട്ട് മാറും. ഓക്കെ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഫ്യൂഷൻ്റെ ടാബ് കാണാൻ പറ്റില്ല. ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുകയാണെങ്കിൽ കമാൻഡ് ബട്ടണ് പ്രസ് ചെയ്യുക. വിൻഡോസിൽ നമുക്ക് കൺട്രോൾ ആയിരിക്കും. ഇതിന് മൗസിൻ്റെ വീല് സ്ക്രോൾ ചെയ്ത് ചെയ്യുക. മുന്നോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സൂം ആവും കേട്ടോ. ഇതിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. അതേപോലെ കമാൻഡ് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ മൗസ് കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാബ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറയും. അതിന് മുന്നേ ഇവിടെ ഒരു ഇൻസ്പെക്ടർ ഉണ്ട്, എഡിറ്റിംഗ് പാനലുള്ള പോലെ തന്നെ. ഇതിലായിരിക്കും നമ്മൾ കൺട്രോൾസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ മിനി ടൈം ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലിട്ട് നമുക്ക് ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഇട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഇവിടെ ഇട്ട് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം, ലെങ്ത്ത് കൂട്ടാമൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു കീ ഫ്രെയിം ഉണ്ട്, അതുപോലെ സ്പ്ലൈൻ ഉണ്ട്. നമ്മൾ കീ ഫ്രെയിം ഒക്കെ ആഡ് ചെയ്താൽ ഇവിടെയാണ് മാറ്റം വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയും. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ഒരു നോഡ് ഓഫ് ആണെങ്കിൽ ഈ നോഡ് ഓൺ ചെയ്ത് നോഡിൻ്റെ ഒരു ഏരിയ ഓൺ ചെയ്യാം. അതുപോലെ ക്ലിപ്പുകൾ കാണണമെങ്കിൽ ഇതേപോലെ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് ഇങ്ങനെ വീഡിയോസ് കാണണമെങ്കിൽ ഇവിടെ ക്ലിപ്പ് ഓൺ ആക്കി വെക്കാം. നമുക്ക് അതുകൊണ്ട് തൽക്കാലം വേണ്ട. ഇവിടെ 2 ഏരിയാസ് ഉണ്ട്. ഇത് നമ്മൾ വ്യൂവർ 1 ആണ്, ഇത് വ്യൂവർ 2 ആണ്. ഓക്കെ, ഈ വ്യൂവർ 1ൽ നമുക്ക് വീഡിയോ കാണണമെങ്കിൽ ഈ ഒരു നോഡാണ് ഇപ്പോൾ വീഡിയോ 1, ഇത് വീഡിയോ 2. ഇത് ഒന്ന് ഫോർഗ്രൗണ്ട് ആണ്, ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ അല്ലേ. നമ്മൾ അപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് 1ൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ സ്ക്രീനിൽ ഫസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ഇത് ഏതാ വീഡിയോ എന്ന് പറയണമെങ്കിൽ നമുക്ക് 2 പ്രസ് ചെയ്ത് നോക്കിയാൽ സെക്കൻഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇത് ഫോർഗ്രൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും കൂടെ ലെയർ ആയിട്ടല്ല, നോഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഏതാണ് മുകളിൽ വരുന്നതെന്ന് എങ്ങനെ മനസ്സിലാവുക? ഈ പച്ച കണക്ടർ വന്നിട്ട് മെർജിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീഡിയോയും കൂടി മെർജ് ചെയ്ത് വെക്കുന്ന, മീൻസ് 2 കൂടി ഒന്നാക്കുന്ന ഒരു നോഡാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് ഫോർഗ്രൗണ്ട്, അവന് മെർജിൻ്റെ പച്ച കണക്ടറിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇവനാണ്
ബാക്ക്ഗ്രൗണ്ട്. നമുക്കിങ്ങനെ വലിച്ച് ഇവിടേക്ക് വിട്ട് നോക്കിയാലും മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതാ വീഡിയോ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവനാണ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അവൻ മഞ്ഞ കണക്റ്റിൽ തന്നെ മസ്റ്റായിട്ടും കണക്റ്റ് ആണോ. ഈ കാര്യം നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ടേ ഒരു കോംപ്ലിക്കേഷൻ വരും, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് പോകും. പച്ച ഫോർഗ്രൗണ്ട്, മഞ്ഞ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ അല്ലേ, ഫിക്സ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈ പോലത്തെ ഒരു വാട്ടർമാർക്ക് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ മെർജിലേക്കല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, പുതിയൊരു മെർജ് ഇവിടെ ആഡ് ആക്കിയിട്ട് ആ നോഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവനൊന്ന് കഴിഞ്ഞ ശേഷം ഇവനെ ആഡ് ചെയ്യാം. ഇവൻ എന്താ ലാസ്റ്റ് വരേണ്ട ആളാണ് അല്ലേ, ലാസ്റ്റായിട്ട് ഏറ്റവും പുറമേയായിട്ട് വരേണ്ട ആളാണ്. അപ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ. ഈ ലൈൻ പോകുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ലെയർ നമ്മൾ പറയല്ലോ, ഫസ്റ്റ് ലെയർ എക്സാമ്പിളായിട്ട് ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, ഇങ്ങനെ മേലേക്ക് വീഡിയോ ഇട്ടില്ലേ. അതിന് പകരം ഫ്യൂഷനിൽ ഇങ്ങനെ വരും, ഫസ്റ്റ് ലെയർ, പിന്നെ അടുത്ത് വരുമ്പോൾ സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്ന്. ലെയറിൽ വീഡിയോസ് മാത്രമല്ല വരുന്നത്, ലെയറിൽ എഫക്റ്റുകളും കൂടെയാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായോ. അതായത് ഓരോ നോഡുകളും എഫക്റ്റുകളും ഉണ്ടാവും, അതിൽ വീഡിയോസും ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും വീഡിയോ ഔട്ട് വരെ ഒരു നോഡായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ ആണേ. ഇനി നമുക്ക് കുറച്ച് നോഡുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇവനൊന്ന് റീനെയിം ചെയ്യാം. F2 ബട്ടണാണ് റീനെയിം ചെയ്യാൻ അടിക്കുന്നത് കേട്ടോ. കീബോർഡിൽ F2 ബട്ടണ് അടിച്ചിട്ട് റീനെയിം ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ നമ്മുടെ മോളുവിൻ്റെ ക്ലിപ്പാണ് അല്ലേ. അപ്പോൾ മോളു അത് ഫോർഗ്രൗണ്ടാണ്, മോളു ഫോർഗ്രൗണ്ട് FG അടിക്കാം. ഓക്കെ, അടുത്ത് നമ്മുടെ കടലും ഈ ഒരു ബീച്ചൊക്കെ വരുന്ന ഭാഗമാണ്. അതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് BG എന്നുള്ളൊരു പേര് കൊടുക്കുക. ഇനി നമ്മൾ ഒരുപാട് നോഡുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് മറന്നു പോകില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നോഡുകളിട്ടേ ചെയ്യുന്നുള്ളൂ, എന്നാലും നമ്മൾ മുന്നോട്ടേക്ക് ഒരുപാട് നോഡുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഔട്ടിനെ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിടാം. അതുപോലെ മീഡിയ പൂൾ എന്നുള്ള ഭാഗം നമുക്ക് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്ക്രീനും കാണാൻ പറ്റും അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഒരു സ്ക്രീൻ ആക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിന് അവിടെ വെച്ചിട്ട് ഫോർഗ്രൗണ്ടിലാണ് കുറച്ച് സെറ്റിങ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫോർഗ്രൗണ്ടിന് ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇതിൻ്റെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവനൊരു ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ഇവനെ റിമൂവ് ചെയ്യണം അല്ലേ. ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യണം. ഇവിടെ ഞാൻ പുതിയൊരു നോഡിനെ ആഡ് ചെയ്യും. അപ്പോൾ ഈ മോളു എന്നുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ്, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സ്പേസ് ആണെന്നാണ് എന്നോട് ആൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് വന്നില്ലെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു മെനു അപ്പിയർ ആവും. ഈ മെനുവിൻ്റെ അകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം, കീയർ എന്ന് സെർച്ച് ചെയ്യാം. കീയർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3D കീയർ, ക്രോമ കീയർ, ഡെൽറ്റ കീയർ, ഡിഫറൻസ് കീയർ, പിന്നെ HSL കീയർ, ലൂമ കീയർ 2 വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അൾട്രാ കീയർ വരുന്നുണ്ട്. ഇത്രയും കീയറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇതിൽ 3D കീയർ യൂസ് ചെയ്യാം, ക്രോമ കീയർ യൂസ് ചെയ്യാം, പിന്നെ ഡെൽറ്റ യൂസ് ചെയ്യാം, പിന്നെ ഒരു അൾട്രാ കീയർ ഉണ്ട്. ഇത്രയും കീയർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഏത് എളുപ്പം നോക്കിയോ. ഈ അൾട്രാ കീയറും ഡെൽറ്റ കീയറും ക്രോമ കീയറൊക്കെ ഏകദേശം ഒരേ മോഡൽ സംഭവമാണ്. അതുകൊണ്ട് ഡെൽറ്റ കീയർ ആഡ് ചെയ്താലുള്ള സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ കണക്റ്റ് ആയോ എന്നുള്ള കാര്യം നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ക്രോസിനൊക്കെയാണ് ലൈൻ വരുന്നത്. ഇതേപോലെ ഒരു അറേഞ്ച്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർത്തോഗണൽ പൈപ്പ്സ് കാണാം. ഈ ലൈനിന് പറയുന്ന ഒരു പൈപ്പ് എന്നാണ് കേട്ടോ. ഓർത്തോഗണൽ പൈപ്പ് എന്ന് കാണാം. നിങ്ങളത് ഡയറക്റ്റ് പൈപ്പ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓർത്തോഗണൽ പൈപ്പ് ആക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ ഡെൽറ്റ കീയറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പെക്ടർ ഇവിടെ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഡെൽറ്റ കീയർ എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് കീ എന്നുള്ള ഓപ്ഷനിൽ ഗ്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലേ. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ സ്ക്രീൻ ആണ് അല്ലേ. അതിനെ റിമൂവ് എന്ത് ചെയ്യുക, ഇത് അല്പം മുന്നോട്ടേക്ക് നീക്കുക. കണ്ടോ, കീ മുന്നോട്ട് നീക്കുമ്പോൾ അത് റിമൂവ് ആയി. ഇനി ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മെയ്റ്റിൽ വരിക. മെയ്റ്റിൽ വന്ന് ത്രഷോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ത്രഷോൾഡ് മൂവ് ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് മാക്സിമം ഉള്ളോട്ട് വലിയുന്നുണ്ട്. കണ്ടോ, ഇതൊരു ഗിയറാണ്. ഓക്കെ, ഇനി എനിക്ക് വേറൊരു ഗിയർ കാണിച്ചു തരാം. വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. വീണ്ടും ഗിയർ തന്നെ ഒന്ന് സെർച്ച് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അൾട്രാ ഗിയർ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം സെയിം സംഭവമാണ്. ഒന്ന് കുറച്ച് പഴയതാണ്, ഈ ഡെൽറ്റ ഗിയർ കുറച്ചുകൂടെ പുതിയതാണ്, അൾട്രാ ഗിയർ പഴയതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ക്രോമ ഗിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനൊന്ന് ആഡ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗിയറിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ക്രോമ ഗിയറിൻ്റെ അകത്ത് ക്രോമയുടെ അകത്ത് ഇവിടെ ക്രോമ എന്ന് കാണാം, അപ്പുറം കളർ എന്ന് കാണാം. ആ കളർ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സെലക്ട് ചെയ്ത ഭാഗം മൊത്തം മായിഞ്ഞു പോകുന്ന. ഇപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അണ്ടുപിടിക്കുക. കമാൻഡ് സെറ്റ്, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സെറ്റ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. വേണ്ട കളറുകൾ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിലും മെയ്റ്റ് ഉണ്ടാവും. മെയ്റ്റിൻ്റെ അകത്ത് ഇവിടെ ത്രഷോൾഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതേപോലെ
നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കീർ എന്ന് പറഞ്ഞാൽ 3D കീറാണ്. 3D കീർ പക്ഷേ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ വെർഷനിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഡെൽറ്റ ഗിയർ യൂസ് ചെയ്യുക കേട്ടോ, അല്ലെ അൾട്രാ ഗിയർ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ 3D ഗിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം. പറയുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പഠിച്ചിട്ട് പോകാമല്ലോ അല്ലേ. ഗിയറിൽ വീണ്ടും വന്നു, 3D ഗിയർ ആഡ് കൊടുത്തു, 3D ഗിയർ ആഡ് ചെയ്തു. ഇനി നോക്കിക്കോ, ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടറിൻ്റെ അകത്താണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിയേ, ഞാൻ ഈ വരച്ച വരയിലൂടെയൊക്കെയുള്ള പച്ച ഇല്ല ഏത് കളറും കണ്ടു നോക്കിയേ, പച്ച മാത്രമല്ല കണ്ടോ, ഏത് കളറും ആയി കേട്ടോ, അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് തെറ്റിപ്പോയി എന്ന് കരുതാം, ഇപ്പോൾ ഇത് തെറ്റിപ്പോയല്ലോ. അപ്പോൾ അവിടെ ഡിലീറ്റ് സ്റ്റോക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പഴയപടി തന്നെ വരും. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടെ വരയ്ക്കാൻ പോവാണ്, കണ്ടോ, സിമ്പിൾ. ഇനി എന്ത് ചെയ്യണം, ഒരെണ്ണം കൂടെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ചാൽ എന്താവും, പിന്നെയും പുതിയ ഒരെണ്ണമാണ് അപ്പിയർ ആവുക. ഓക്കെ, ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഇത് സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ട ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൂടുതൽ കുട്ടിയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഈ പ്ലസ് ബട്ടൺ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി, നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് ഒരെണ്ണം അവിടെ സെറ്റായി. ഇനി അടുത്ത ഒരു റിമൂവലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് ആഡ് ചെയ്തു. വീണ്ടും പ്ലസ് ബട്ടൺ തന്നെ നമ്മൾ ഇവിടെ കുറച്ചും കൂടി ആഡ് ചെയ്തു. പിന്നെ ഇവിടെ കാലിൻ്റെ അടുത്തുണ്ട് അല്ലേ, കുറച്ച് ഭാഗം അവിടെയും കൂടി ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ സുഖം എന്ന് വെച്ചാൽ, ഒരെണ്ണം തെറ്റിപ്പോയാലും നമുക്ക് ആ സ്ട്രോക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ. അപ്പോൾ പുതിയത് മൊത്തമായിട്ട് പോകില്ല, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച വാക്ക് പോയിട്ട് ഒരെണ്ണം മാത്രമേ കളഞ്ഞു പോകുള്ളൂ. ഇപ്പോഴും ഒരു പച്ച കളർ സൈഡിലൊക്കെ ഉണ്ട് അല്ലേ. ഈ ഒരു പച്ച കളർ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെസ്പിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷന് നേരെ ഫുള്ളാക്കിയിടാം. ഇപ്പോൾ കണ്ടോ, അതൊക്കെ പോയില്ലേ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയാൻ കാരണം, നമ്മൾ VFX ചെയ്യാന്ന് പറയുമ്പോൾ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്നാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം VFX ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇട്ട് തന്നെ ആദ്യം കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ആദ്യം കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് കുട്ടീനെ ചെറുതാക്കിയിട്ട് ഇവിടേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് മെർജിൻ്റെ അകത്ത് വരാം, നമുക്കിങ്ങനെ സൈസ് കുറയ്ക്കാം. പക്ഷേ അത് അത്ര പോസിബിൾ അല്ല. കാര്യം ചില സമയങ്ങളിൽ നമുക്ക് മെർജിൽ വേറെ എന്തെങ്കിലും സെറ്റിങ്സ് ഇതിൻ്റെ കൂടെ വരികയാണെങ്കിൽ അതും കൂടെ ഇതേപോലെ ചെറുതായിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു നോഡ് ആഡ് ചെയ്യുക. ഗിയർ കഴിഞ്ഞ ശേഷം ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു നോഡ് ആഡ് ചെയ്യുക. ഈ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. സെൻറ്റർ പോയിൻ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് മേലേക്ക് താഴേക്ക്, അതായത് വൈ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, എക്സ്പോസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം, ആംഗിളും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫ്ലിപ്പ് ചെയ്തിടാം. ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് കുട്ടീൻ്റെ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പലകയിലാണല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പലകയിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്തതാണ്. ഷോർട്ട് ഫിലിം റിലീസായ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണണം കേട്ടോ. അന്ന് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആസെപ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള ഈ റേഷ്യോ ഉണ്ടല്ലോ, ആസെപ്റ്റ് റേഷ്യോ, ഇതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് റീസെറ്റ് ചെയ്ത് കളക്കാം. അതിനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ റീസെറ്റ് ഡിഫോൾട്ട് ഉണ്ടാവും, അത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഇതിൻ്റെ അടുത്തുണ്ടാവും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഒരു ഓപ്ഷൻ വരേണ്ട, നമുക്ക് കുട്ടി ഇതുമായിട്ട് കളർ മാച്ച് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം അല്ലേ. അതിന് വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് കളർ മാച്ചിങ്ങിൻ്റെ ഒരു നോഡ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ, മെർജ് കുറച്ചുകൂടി പുറത്തേക്ക് വെക്കട്ടെ, ലാസ്റ്റ് മെർജാണ്. ഓക്കെ, കളർ കറക്ഷൻ ഇപ്പോൾ ഇത്തിരി വേറൊരു കളറാണ് അല്ലേ, നമുക്ക് ഏതെങ്കിലും കളറിലേക്കാണോ മാച്ച് ആവുന്ന കളറിലേക്ക് ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് ഇവിടെ വൈറ്റ് ബാലൻസ് ആണ് ചെയ്യാനുള്ളത്. അതിൽ ഗെയിൻ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അല്പം ഗാമ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പലകയായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ട് അല്ലേ കളറ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ട്രൈപോഡിൻ്റെ ഐക്കൺ ഉണ്ട്. നമ്മൾ ഈ ഡെൽറ്റ കീർ ചെയ്ത സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ഒരു മാസ്ക് ആഡ് ചെയ്തിട്ട് ഈ ട്രൈപോഡിൻ്റെ കാല് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് കാണണമെങ്കിൽ കുറച്ചും കൂടെ സൂം ചെയ്ത് വെക്കണം. എന്ത് ചെയ്യുക, കമാൻഡ് ബട്ടൺ വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ആയിരിക്കും, പ്രസ് ചെയ്ത് പിടിക്കുക, മൗസ് വീൽ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ കണ്ടോ സൂമായ. ഇനി എനിക്ക് ഇതിലെങ്ങനെ ഒരു മാസ്ക് വരയ്ക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇതിങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും മാസ്ക് വരയ്ക്കുന്നത്. അപ്പോൾ മാസ്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഒരു നീല കളറിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. എന്നാലും കൂടെ ഇതിലൊന്നും നമ്മൾ മാസ്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. കാര്യം മാസ്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. മാസ്ക് അറ്റാച്ച് ചെയ്താലും പുറമേക്ക് വരുന്ന സെറ്റിങ്സ് വരുമ്പോൾ അതൊക്കെ തെറ്റിപ്പോകും. അത് കാരണം നമ്മൾ മെർജിലാണ് മാസ്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണേ, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചോ. ഒരു പോളിഗൺ എന്ന് പറഞ്ഞൊരു മാസ്കിനെ ഞാൻ ഈ ബ്ലൂ കണക്ടറിലേക്ക് ആഡ് ചെയ്തു. എവിടെയാണ്, മെർജിൻ്റെ ആദ്യത്തെ മെർജിൻ്റെ അടുത്തിട്ടോ. അപ്പോൾ പോളിഗൺ എവിടെ നിന്ന് എടുത്ത് ഇതാ ഇവിടെ. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മെനു ആഡ് ചെയ്യാം, ഷിഫ്റ്റ് സ്പേസ് എന്ന് അടിച്ചിട്ട് അവിടെ പോളിഗൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, പോളിഗൺ POLY എന്നാട്ടോ, അടിച്ച് തെറ്റിപ്പോയി. പോളിഗൺ
മാസ്കിനെ ആഡ് ചെയ്യാം, അങ്ങനെയും ആഡ് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിലായാലും കുഴപ്പമില്ല കേട്ടോ. ആഡ് ചെയ്തു. ഇനി ഈ പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിവിടെ ഇങ്ങനെ കുട്ടിയുടെ ചുറ്റുമായിട്ട് ഒരു മാസ്ക് വരയ്ക്കുക അല്ലേ. ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു ഇവിടുന്ന് കണ്ടോ അത് മയഞ്ഞു പോയ, ഇപ്പോൾ ഞാനിവിടെ ഇൻവേർട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ ട്രൈപോഡ് ഇവിടെ ഉണ്ട്, ട്രൈപോഡിൻ്റെ ലെഗ് പോയി. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മാസ്ക് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വീഡിയോ ട്രാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസ്ക് എന്ത് ചെയ്യും, ഇവിടെ നിൽക്കും. നമ്മൾ ഈ കുട്ടീനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി മാത്രം ഈ പലകയുടെ കൂടെ, ഈ പലക അങ്ങോട്ടേക്ക് മൂവായി പോകുന്നുണ്ടല്ലോ വീഡിയോയിൽ, ശ്രദ്ധിച്ചില്ലായിരുന്നതാ. ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ ഇപ്പോൾ കുട്ടിയും മാസ്ക് ഒരുമിച്ചാണ് നീങ്ങുന്നത്. പക്ഷേ നമ്മൾ ട്രാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലകയും കുട്ടിയും നീങ്ങും, മാസ്ക് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ എന്താവും, കുറച്ചങ്ങ് നീങ്ങി പോകുമ്പോൾ മാസ്കിൻ്റെ അകത്ത് കുട്ടീനെ കാണില്ല, മാസ്ക് അങ്ങനെ ഒരു വിഷയം വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചും എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണിത്. എളുപ്പത്തിൽ കേട്ടോ, എളുപ്പമല്ലാത്ത രീതിയുണ്ട്, നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിഗണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ട്രാക്കിംഗ്, അതായത് ഇതുമായിട്ട് ഇതിൻ്റെ ട്രാക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് ഓപ്ഷൻസ്, അതായത് സെൻറ്റർ പോയിൻറ്റിൻ്റെ അകത്ത് കണക്ട് ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ അപ്പോൾ ഒരു മാസ്കിൻ്റെ ഇത് വരുമല്ലോ, ആ കണക്ഷൻ ഇവിടെ കൊടുത്ത് ഒരുപാട് റിസ്ക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടില്ല, നമ്മൾ ബുദ്ധിമുട്ടാവും ഓരോ പോയിൻറ്റ് ബൈ പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഞാൻ ചെയ്ത് നോക്കി, സംഭവം ഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക്. ഓക്കെ, ഇത് കളഞ്ഞ് ഈ ഒരു ഫസ്റ്റ് നോഡ്, നമ്മളെ വീഡിയോ നോഡിനെ ഡെൽറ്റ കീർന്ന് ഒന്ന് റിമൂവ് ചെയ്തിടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ ജസ്റ്റ് വലിച്ച് കഴിഞ്ഞാൽ താഴേക്ക് വെച്ച് നമ്മുടെ കുട്ടിയുടെ ഫുട്ടേജ് ഇല്ല അതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു മേർജ് ഇവിടെ കിട്ടും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിതിൽ എന്ത് സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ 3 ക്ലിപ്പുകളും കൂടെ ഇപ്പോൾ ഇൻപുട്ടായി മാറി. അതായത് ഈ ക്ലിപ്പിന് തുല്യമായി ഈ 3 ക്ലിപ്പുകളും കൂടെ, എന്നിട്ടാണ് ബാക്കി സെറ്റിങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഇവിടെ നേരത്തെ കൊടുത്ത മാസ്കിന് പകരം ഇവിടെ മാസ്ക് കൊടുക്കുക. അപ്പോൾ മാസ്കിന് ശേഷമാണ് ഈ സെറ്റിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് മാസ്കും ഇതിൻ്റെ കൂടെ ട്രാൻസ്ഫോം ആയിട്ട് വരും. ഓക്കെ അല്ലേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പോളിഗണ്ണ് ആഡ് ചെയ്തു, ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ മാസ്ക് വരയ്ക്കാമെന്ന് കരുതുക. നേരത്തെ പോലെ ഒന്ന് സൂം ചെയ്യുകയാണെ, കമാൻഡ് കൺട്രോൾ. ഓക്കെ, ഒരു മാസ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ട്രൈപോഡ് മാത്രമാണ് മെയിനായിട്ട് റിമൂവ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും പോകാനില്ല. കണ്ടോ, ഇങ്ങനെ ഒരു കറുപ്പ് കളർ പുറത്തൂടെ വരും. ഇത് വലിയൊരു ഇഷ്യൂ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടോ, അതൊന്നാമത് തുടക്കമായതുകൊണ്ടാണ്, കുഴപ്പമാക്കണ്ട. ഇതേപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ഭാഗം മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും. നമ്മൾ ഈ PNG ഇമേജ് ഒക്കെ ചെയ്യൂലേ, അതിൻ്റെ അകത്തുനിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അതിനാണ് നമ്മൾ ആൽഫ എന്ന് പറയുക. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, സ്പെസിഫൈ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ക്ലിപ്പ് മാത്രം. ഇപ്പോൾ കുട്ടിയുടെ ഫുട്ടേജ് ആണെങ്കിൽ കുട്ടി മാത്രം, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ആ രീതിയാണ് PNG ഇമേജ് എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ ആൽഫ. ആൽഫേനെ നേരെ ബാക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ക്ലിപ്പ് ആൽഫ ക്ലിപ്പായി. കണ്ടോ, ഒന്നുമില്ലാത്ത ക്ലിപ്പായി. ഇപ്പോൾ നമ്മൾ ആൽഫ മുഴുവേക്ക് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലാക്ക് ക്ലിപ്പായി. ഈ ബാക്ക്ഗ്രൗണ്ട് നോഡിനെ പറ്റി കുറച്ചും കൂടെ കാര്യം പറയട്ടെ. ഈ ബാക്ക്ഗ്രൗണ്ട് നോഡിന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതായത് അതേപോലെ ഇപ്പോൾ കറുപ്പല്ലേ ഇവിടെ ഉള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കളറിലേക്ക് കൊണ്ടുപോകാം. റെഡ് ഗ്രീന് കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ ഇതാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇപ്പം നമുക്ക് ഒരു കളറും വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആൽഫ 0യിലേക്ക് ഇടുന്നത് കേട്ടോ. ഇത് മുഴുവനായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ കിട്ടും. ഇത് മുഴുവനായിട്ട് ബാക്കോട്ടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ കിട്ടും. ഓക്കെ അല്ലേ. ബ്ലാക്ക് കളർ കിട്ടി, നമ്മൾ ആൽഫയും വലിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ട്രാൻസ്പെറൻ്റ് ആയി. ഓക്കെ, ഇത്രയും ചെയ്തു അല്ലേ. ഇനി നമുക്ക് പോളിഗണും ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നീക്കുന്ന സമയത്ത് കണ്ടോ മാസ്കും ഇതിൻ്റെ കൂടെ തന്നെ മൂവ് ആവും. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ. ഓക്കെ, ഇപ്പം ഞാൻ ഈ 156ാമത്തെ ക്ലിപ്പിലാണ് മോളുടെ വീഡിയോ ഇവിടെ ഫിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഞാനൊരു ട്രാക്കർ ആഡ് ചെയ്യണേ. ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇനിയും ഒരുപാട് നോഡുകളുണ്ട് നമുക്ക് പറയാം. അതിന് മുന്നേ ട്രാക്കർ നോഡിനെ പരിചയപ്പെടാം. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ട്രാക്കർ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ട്രാക്കേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ക്യാമറ ട്രാക്കർ, പ്ലാനർ ട്രാക്കർ, സർഫേസ് ട്രാക്കർ, അതേപോലെ ട്രാക്കർ ഒന്നുമില്ല, ഒരു പാവപ്പെട്ട ട്രാക്കർ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലെയിനാണ് വരുന്നതിൽ, ഒരു സർഫേസ് ആണെങ്കിലും കൂടെ പ്ലാനർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാനർ ട്രാക്കറിനെ ആഡ് ചെയ്തിട്ട് ആദ്യം കാണിച്ചു തരാം. ഈ 2 സംഭവങ്ങളിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. തൽക്കാലം ഈ പ്ലാനർ ട്രാക്കറിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത്, എവിടേക്കാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു പലകയ്ക്ക് ചുറ്റുമായിട്ട്
ട്രാക്കറിനെ ആഡ് ചെയ്തു. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ കൊണ്ടുവച്ച് അവസാനിപ്പിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ട്രാക്കിങ് കംപ്ലീറ്റ് ആവുള്ളൂ, മീൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷന് അപ്പിയർ ആവുള്ളൂ. ഇത്രയും ചെയ്തു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പലകയാണ് ട്രാക്ക് ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 165 ഏകദേശം ആ ഒരു ഫ്രെയിമിൽ വെച്ചിട്ടാണല്ലോ ഞാൻ ഇതിൽ ട്രാക്ക് ചെയ്തത്. 0 ഇട്ടിട്ടല്ല. 0 കണ്ടോ പലക വേറെ സ്ഥലത്താണ് അല്ലേ. ഞാൻ ഫസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത സ്ഥലം ഇവിടെയാണ്. ഓക്കെ, അവിടെ വെച്ച ശേഷം എന്ത് ചെയ്യുക, സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ 168 ക്ലിപ്പാണ് കേട്ടോ. 168 ഫ്രെയിമിലാണ് ഞാൻ ഈ ഒരു ട്രാക്കറിന് ആഡ് ചെയ്ത്. അപ്പോൾ അവിടെ സെറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം, എങ്കിലേ ട്രാക്ക് ആവുള്ളൂ. പിന്നെ ഇതൊരു സിമ്പിൾ ആണെങ്കിലും കൂടെ നമുക്ക് ഹൈബ്രിഡ് പോയിൻ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ കേട്ടോ ട്രാക്കറിൻ്റെ അകത്ത് ഹൈബ്രിഡ് പോയിൻ്റ് കൊടുക്കുക. ബാക്കിയൊക്കെ ഏകദേശം അങ്ങനെ നോട്ടെ ലൂമ ട്രാക്കിംഗ് ഒക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും ട്രാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ മുന്നോട്ടേക്ക് ഒരൊറ്റ ക്ലിപ്പാണ്, അതായത് ഒറ്റ ഫ്രെയിമാണ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് അങ്ങേറ്റം വരെ ഇവിടം വരെ ട്രാക്ക് ആവണമെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. കണ്ടോ ട്രാക്ക് ആവുന്നത് പലക ട്രാക്ക് ചെയ്ത് അങ്ങ് പോകുക കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചതായി കാണിച്ചിട്ട് കണ്ടോ ഇവിടെ വരെ ട്രാക്കായി. ഇനി എനിക്ക് ബാക്കോട്ട് ട്രാക്ക് ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ട്രാക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ ഗോ എന്നൊരു ഓപ്ഷൻ കണ്ടോ. ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടെയാണോ ട്രാക്കിംഗ് കിട്ടുക ആ ഒരു പോയിന്റിലേക്ക് വരും. ഇനി നമുക്ക് ബാക്കോട്ടേക്കും ട്രാക്ക് ചെയ്യാം. കണ്ടോ പലക ട്രാക്കായിട്ട് പോകുന്നത് കൃത്യമായിട്ട് പോകുന്നുണ്ട് അല്ലേ. നല്ല വൃത്തിയിൽ നമുക്ക് ഇതേപോലെ ട്രാക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം. VFXൽ മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് ട്രാക്കിംഗ്. മാനുവൽ ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാക്കായി കഴിഞ്ഞു. ട്രാക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് പ്ലാനർ ട്രാൻസ്ഫോം നമ്മൾ ഓപ്ഷൻ കണ്ടില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പുതിയൊരു നോഡ് ഇവിടെ കിട്ടിയില്ലേ. ഈ നോഡിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഈ ലൈനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് നീലയും പച്ചയും കളർ വരുന്നത് അവിടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ നോഡുകളും കഴിഞ്ഞ ശേഷം കേട്ടോ ഇവിടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ കുട്ടി കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ആയിട്ടോ. ഞാൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ നോക്കിക്കോ, കണ്ടോ അതിൻ്റെ മുകളിലായേ ഇവിടേക്കായേ. അപ്പോൾ ഞാനിതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ട്രാക്ക് ആയത് കാണിക്കാൻ വേണ്ടിയാണ്. എഡിറ്റിൻ്റെ അകത്ത് തന്നെ വരികയാണ്. നോക്കിക്കോ, പി ഉള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ കിട്ടും കേട്ടോ. പി പ്രസ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി ഒന്ന് പ്ലേ അടിക്കുകയാണേ. കണ്ടോ ഈ കുട്ടി, അതായത് എൻ്റെ മോള് കറക്റ്റായിട്ട് ആ പലകെ തന്നെയാണ് കിടക്കുന്നുള്ള രീതിയിൽ ഏത് ഡയമെൻഷനിലാണ് പോകുന്നത് അറിയോ. നേരെ മാത്രമല്ല ചെരിഞ്ഞിട്ടുള്ള ഈ പലക ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഉലയാണ് നേരെ ആടി ഉലയാണെങ്കിൽ അങ്ങനെ ഇത് ട്രാക്ക് ചെയ്യും കേട്ടോ. അത്രയും പ്രത്യേകതയുള്ള ട്രാക്കറാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായി ട്രാക്ക് ആയില്ല. അപ്പോൾ നമുക്ക് വേറൊരു ക്ലിപ്പാണെന്ന് തോന്നാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ തന്നെ ട്രാക്കിംഗ് കിട്ടി. വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫൂട്ടേജിൻ്റെ റെസല്യൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് 1920 1080 ആ ഒരു റെസല്യൂഷനിൽ വരുന്ന വീഡിയോ ആണ് ഇത്. അതേപോലെ തന്നെ എൻ്റെ മോള് ഷൂട്ട് ചെയ്ത ആ ഒരു ഫൂട്ടേജും 1920 1080 ഒരേ ടൈപ്പാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ റെസല്യൂഷനിൽ നിങ്ങൾക്ക് ഔട്ട് കിട്ടും. ഇതിന് പകരം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ വെറുതെ 2 ക്ലിപ്പുകൾ ഇവിടേക്ക് ആഡ് ചെയ്യണേ. ഓക്കെ, ഈ ഔട്ടിൻ്റെ അകത്തേക്ക് ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പ് കണ്ടോ വേറെ റെസല്യൂഷനാണ്. ഇനി ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്തു, അതിന് വേറൊരു റെസല്യൂഷനാണ്. ഇങ്ങനെ 2 റെസല്യൂഷൻ വരുന്ന സംഭവങ്ങൾ ഇങ്ങനെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ വൃത്തിയുള്ള ഒരു ഔട്ട് കിട്ടില്ല. ഞാൻ ഔട്ടിലേക്ക് കൊടുത്തേ. അപ്പോൾ ഔട്ട് നോക്കിക്കോട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെ കണ്ടോ. ഇത് രണ്ടും 2 വലിപ്പമായി പോയില്ലേ. ഇനി നമ്മൾ ഇവന് എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവൻ മൂവ് ചെയ്യില്ല. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഭയങ്കര തലവേദന പിടിച്ചൊരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇവരെല്ലാവരും ഒരേ റെസല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ റെസല്യൂഷൻ കൂടിയൊരു ഇമേജാണ്, ഇത് റെസല്യൂഷൻ കുറഞ്ഞൊരു ഇമേജാണ് അല്ലേ. സോറി, ഇത് റെസല്യൂഷൻ കുറഞ്ഞൊരു ഇമേജാണ്. അപ്പോൾ രണ്ടിനെ നമുക്കൊരു 1080 അതായത് ഫുൾ HD റെസല്യൂഷനിലേക്ക് കൊണ്ടുവരാം അല്ലേ. 1080p എന്ന് പറഞ്ഞ റെസല്യൂഷനെ കൊണ്ടുവരാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോഡാണ് നമ്മൾ റീസൈസ് നോഡ് എന്ന് പറയും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് റീസൈസ്. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ മറന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഈ റീസൈസ് നോഡിനെ എവിടേക്കും ആഡ് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എവിടേക്കും ആഡ് ചെയ്തു. വേണമെങ്കിൽ കമാൻഡ് C Ctrl+C ഇട്ടോ കോപ്പി, കമാൻഡ് V Ctrl+V കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഷിഫ്റ്റ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കണക്റ്റ് ആയേ. ഇത്രയും ആൾക്കാർ ബാക്കോട്ടേക്ക് നിൽക്കട്ടെ. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി ഇവന്മാരെ എടുത്തിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടായില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഈ റീസൈസിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1080 1920 ഓക്കെ അല്ലേ. ഇവിടെ അതേപോലെ 1080 1920. ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കിക്കോ, കണ്ടോ ഇവനും അവനും ഒരേ വലിപ്പമായി. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് കാണാൻ പറ്റാത്തത്. കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവന് ഒരു ട്രാൻസ്ഫോം നോഡിനെ ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവന് ഞാൻ ഇവിടെ നിന്ന് ഇളക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. കണ്ടോ ഒരേ റെസല്യൂഷൻ വന്ന്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇതേപോലെയുള്ള ട്രാൻസ്ഫോമോ
കീയറോ ഒക്കെ ആഡ് ചെയ്താലും ഇവ രണ്ടും ഒരേ മോഡിലാണ് വർക്ക് ആവുക. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഔട്ട് കിട്ടും. ഓക്കെ, റീസൈസ് എന്ന് പറഞ്ഞ നോഡ് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. നമുക്ക് മെർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്രദമായ നോഡാണ് റീസൈസ്, ഓർത്ത് വെക്കണേ. അപ്പോൾ ഞാൻ ഇവന്മാർ തട്ടുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പോരുത് കേട്ടോ. ഔട്ട്പുട്ടിനോട് അവിടെ തന്നെ നിന്നോട്ടെ. ബാക്കിയുള്ളവന്മാരെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇത് സെറ്റായില്ലേ. ഇനി നമുക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നോഡുകളൊന്നും അർജൻ്റ് ആയിട്ടുള്ളതില്ല. ഇത്രയും നോഡുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് VFX ചെയ്യാൻ പഠിക്കുക. ഇനി ഞാൻ വേറൊരു നോഡിനെ കാണിച്ചു തരട്ടെ. നല്ല രസകരമായിട്ടുള്ള നോഡാണ്. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, വയർലെസ് നോഡിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയർലെസ്സിന് ഇൻപുട്ട് ഉണ്ടാവില്ല, ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പം നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കണക്ഷൻ ഒന്നും വേണ്ട, ഔട്ട്പുട്ടിലേക്ക് ഇട്ടോ. നോക്കിക്കോ, ഈ വയർലെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലേ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് മെർജിനെ വലിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വയർലെസ് ആയിട്ട് കണക്ഷൻ വന്നു. അതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അത് അവിടെ കിടന്നോളൂ, അതുമായിട്ട് തെറ്റിപ്പോവില്ല. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന രീതിയിൽ ഏത് വന്നാലും ഇവൻ 4 പേരും ഒന്നല്ലേ, ഇവർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവനൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, കമാൻഡ് G ഗ്രൂപ്പാക്കി. ഇപ്പോൾ ഒരു ഗ്രൂപ്പായില്ലേ. ഇനി ഈ ഗ്രൂപ്പിന് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വയർലെസ് നോഡിനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ സെറ്റിങ്സിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അവിടെ സേഫായി. ഇനി ഇൻപുട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരില്ല. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മാത്രം കേട്ടോ. ഈ വയർലെസ്സിലേക്ക് എന്ത് ചെയ്യുക, ഈ മെർജ് ആണല്ലോ ലാസ്റ്റ് കണക്ട്, ആ മെർജിനെ വലിച്ചിട്ട് ഇവിടെ വയർലെസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇൻപുട്ടിലേക്ക് ഒന്നെങ്കിൽ ഇതേപോലെ മെർജ് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നേരത്തെ കാണിച്ചില്ല ഡ്രാഗ് ചെയ്ത് അവിടെ കിട്ടാലും മതി കേട്ടോ. മെർജ് സ്പേസ് ഇല്ലാതെ 2. ഓക്കെ അല്ലേ? കണ്ടോ കണക്ട് ചെയ്ത് കണ്ടോ ഇവിടേക്ക്. നമ്മൾ മെർജ് എന്നുള്ള പേര് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ മൊത്തം മാറിപ്പോവും. മെർജ് എന്നുള്ള പേരവിടെ നമ്മൾ അടിക്കുന്ന മാറിപ്പോയാൽ കറക്റ്റ് ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് പേര്, ആ പേര് തന്നെ മെർജ് 2 ആണെങ്കിൽ മെർജ് 2 തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് വലിക്കുക, ഇവിടേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നല്ലൊരു നോഡാണ് കേട്ടോ, വയർലെസ് നോഡ്. ഇപ്പം കുറച്ചും കൂടെ എളുപ്പം നല്ല രസമായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിന് ആഡ് ചെയ്യണമെങ്കിലോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്കൊരു ടെക്സ്റ്റിന് ആഡ് ചെയ്യണം അല്ലേ, ഈ ലാസ്റ്റ് മെർജിന് ശേഷം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വയർലെസ് കണക്ട് ചെയ്തുകൊണ്ട് എന്താ പറയുക, ഈ മെർജിന് ശേഷമുള്ളതേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തൽക്കാലം വയർലെസ്സിനെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേരെ കുത്തിക്കയറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവർക്ക് ശേഷമാണ് നമുക്ക് എന്താ പറയുക ബാക്കി നോഡുകളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് മെർജിന് ശേഷമാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് മെർജ് വരെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു ടെക്സ്റ്റിനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ മെർജിന് ശേഷം ഇവിടേക്ക് ഒരു ടെക്സ്റ്റിനെ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിൻ്റെ ഇവിടുന്ന് ഇവിടേക്ക് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നറിയോ, പുതിയൊരു മെർജ് കിട്ടും. അപ്പോൾ ഇവിടം വരെയുള്ളവരെ നമ്മളെ നോക്കണ്ട, അവരെ വർക്ക് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ മുന്നോട്ടേക്ക്. ഇപ്പോൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡാർക്ക് വൂൾഫ് എന്നുള്ളൊരു എന്താ പറയുക ഒരു വാട്ടർമാർക്ക് ആഡ് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഡാർക്ക് വൂൾഫ് എന്ന് എഴുതിയിട്ട് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ട്രാൻസ്ഫോം നോഡിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വാട്ടർമാർക്ക് എനിക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൻ്റെ വേറെ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു നോഡിനെ മാത്രം. ആഡ് ചെയ്തു. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഷെയ്ഡിങ്ങിൽ വരിക. ഷെയ്ഡിങ്ങിൽ ഒപ്പാസിറ്റി എന്ന് കാണാൻ പറ്റും. ഒപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് കൂടെ കുറച്ച് വെക്കാം കേട്ടോ. ടെക്സ്റ്റിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും. അപ്പോൾ തൽക്കാലം ഒരു ടെക്സ്റ്റിനോട് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് പഠിച്ചു അല്ലേ. ഇനി ഇതിൻ്റെ അത് കളറൊക്കെ ഇവിടെയൊക്കെ മാറ്റട്ടൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു വാട്ടർമാർക്കും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ വാട്ടർമാർക്ക് ഇങ്ങനെ അല്ലാതെ നമ്മുടെ ലോഗോ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ അതിനെന്താ ചെയ്യാമെന്നറിയോ, ഇവനും കഴിഞ്ഞു. അടുത്ത ലോഗോയിലേക്ക് പോകണേ. ലോഗോ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. ലോഗോ ഫിക്സഡ് ആണ്, എല്ലാ വീഡിയോയിലേക്കും വേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടുന്ന് നേരെ വലിക്കുന്നു, ലാസ്റ്റ് മെർജിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കുന്നു. ഓക്കെ അല്ലേ. അപ്പം മെർജ് 4 അപ്പിയറായി. നമ്മുടെ ലോഗോ ഇവിടെ കിട്ടി. ലോഗോ വലുതായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ലോഗോനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, റീസൈസ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, നമുക്ക് ട്രാൻസ്ഫോം നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തിട്ട് റീസൈസ് ചെയ്യുകയാണേ. റീസൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു വലിപ്പത്തിൽ, എനിക്ക് ഈ ഒരു വലിപ്പം മതി എന്ന് എഴുതുക. ഇവിടെ ഫിക്സ് ചെയ്തേ. ഇനി ഞാൻ മീഡിയ പൂൾ ഒന്ന് ഓഫ് ആക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തു കേട്ടോ ലോഗോനെ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, എനിക്ക് ഏത് വീഡിയോ വന്നു കഴിഞ്ഞാലും ഈ ലോഗോ എനിക്ക് ഫിക്സ് ആയിട്ട് വേണം. അതിനുള്ളൊരു ഓപ്ഷൻ ചെയ്യാൻ പോവാണേ. ഇത് എപ്പോഴും ഒരു പ്രീസെറ്റ് ആയിട്ട് ഒരു പുതിയ നോഡായിട്ട് സെറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് 2 ലോഗോയും ഇതും ഡിലീറ്റ് ചെയ്യണം ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന അറിയാം, ഇവിടേക്ക് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ലോഡർ എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ട്, അതിനെ ഞാനൊന്ന് ആഡ് ചെയ്തു.
ഓക്കെ, ലോഡർ നോഡിനെ ആഡ് ചെയ്യുമ്പോൾ അതിലേക്കൊരു ഇമേജിനെ കൂടി ബ്രൗസ് ചെയ്തിട്ട് ഇടാൻ പറയും. അപ്പോൾ ഞാൻ നമ്മുടെ ലോഗോനെ ഒന്ന് ആഡ് ചെയ്യാണ്. ഞാൻ ലോഗോനെ ഇവിടേക്ക് ആഡ് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇമേജ് ലോഡായിട്ടോ. ഇനി ഈ ഒരു നോഡ് ഇവിടെ ഫിക്സ് ആണ്. ഈ നോഡിൻ്റെ അകത്ത് ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് അവിടെ ലോഡായി. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് കുറയ്ക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയാം, ഇവരെ ഇവിടെ ഫിക്സ് ആയിട്ട് വെച്ച് ഇവനൊരു നോഡാക്കി മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ സെറ്റിങ്സ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അതിന് ഇവർ രണ്ടുപേരെയും കൂടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് കണ്ടോ, സേവ് ആസ് കൊടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു നോഡായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ മാക്രോ എന്ന് കണ്ടോ, ഈ മാക്രോ എന്ന് പറഞ്ഞൊരു നോഡാണ് കേട്ടോ. ക്രിയേറ്റ് എ മാക്രോ കൊടുക്കുക, അല്ലെങ്കിൽ സെറ്റിങ്സ് കൊടുക്കുക. രണ്ട് ടൈപ്പാണ്. ആദ്യത്തെ കാണിച്ചിട്ട് സേവ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെനിക്ക് ഈ ഒരു മാക്രോ ഫോൾഡറിലേക്ക്, സെറ്റിങ്സ് ഫോൾഡറിലല്ല മാക്രോൻ്റെ ഫോൾഡറിലേക്ക് പോകണം കേട്ടോ. നമ്മൾ മാക്രോ കാണുന്നുണ്ടോ, മാക്രോൻ്റെ ഫോൾഡറിൽ വരിക. എന്താണ്, മൈ ലോഗോ സെറ്റിങ്സ് എന്ന് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് മൈ എന്ന് അടിക്കുമ്പോൾ മൈ ലോഗോ സെറ്റിങ്സ് ആഡ് ആവും. ഇവന്മാർ രണ്ടും അപ്പിയർ ആവും കണ്ടോ. ഇനി ഇവൻ്റെ ഔട്ട് എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ ലോഗോ കാണാൻ പറ്റും. ലോഗോ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചതും ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ, റെസൊല്യൂഷൻ മാറി കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് കാണാത്ത. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷനിലാണ് വർക്ക് പോവുക. ഓക്കെ, ഇനി എനിക്ക് ഇവനെ മാക്രോ ആയിട്ട് സേവ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്, ഇവ രണ്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാക്രോ കാണിച്ചു തരാം. മാക്രോയിൽ ക്രിയേറ്റ് മാക്രോ കൊടുക്കുക. പിന്നെ നമുക്ക് ഏതൊക്കെ സെറ്റിങ്സ്, നമുക്ക് ഔട്ട്പുട്ട് വേണം. ട്രാൻസ്ഫോം 2ൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. എവിടേക്കാണ്, മാക്രോയിലേക്ക് സേവ് കേട്ടോ. മാക്രോയിലേക്ക് 1 എന്നുള്ളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ സേവ് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ 1 എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇവർ രണ്ടൊരു സിംഗിൾ നോഡായിട്ട് ഇവിടെ അപ്പിയർ ആവും കണ്ടോ. ഇവനെ എനിക്ക് ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് മെർജ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ കണ്ടോ, ഇവിടുന്ന് ഔട്ട് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ഒരു ഔട്ട്പുട്ടാണ് കേട്ടോ. അതിൻ്റെ വിശദമായിട്ട് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയാണ് കണ്ടോ. ഇമേജ് ലോഡർ പഠിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു ഐറ്റം ഉണ്ട്, അടിപൊളി ഐറ്റം. മീഡിയ പൂളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റുന്നില്ലേ. ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ഓഫായിരിക്കും, എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക കേട്ടോ. പവർ ബിന്നിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു എന്ന് കരുതുക. ഈ ഒരു ഇമേജ് ഞാൻ ഈ പവർ ബിന്നിൻ്റെ മാസ്റ്ററിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ഇനി ഞാൻ ഈ പ്രോജക്റ്റ് തന്നെ മാറ്റിയെന്ന് കരുതുക, വേറൊരു പ്രോജക്റ്റിങ് ഓപ്പൺ ചെയ്യാമെന്നായിരിക്കും. ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് മാസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവർ അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഏതൊക്കെ പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ ലോഗോ അതുപോലെ എനിക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ എല്ലാത്തിലും അത് അപ്പിയർ ആവും. ഓക്കെ അല്ലേ. ഇനി ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഈ മാസ്റ്ററിൻ്റെ അകത്തുനിന്ന് വേറെ ഏതെങ്കിലും ഒരു ക്ലിപ്പ്, ഈ ഒരു സീൻ്റെ ക്ലിപ്പ് ഞാൻ ഈ മാസ്റ്ററിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇപ്പം നോക്കിക്കോ, ഞാൻ പഴയ പ്രൊജക്റ്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഹോമിൽ വന്നിട്ട് ട്യൂട്ടോറിയലുള്ള പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ മാസ്റ്ററിൽ വന്നാൽ കണ്ടോ, ഇതൊരു അടിപൊളി ഓപ്ഷനാണ് പവർ ബിന്ന്. ഇതിവിടെ നിങ്ങൾക്ക് ഓണാക്കി ഇടാൻ പറ്റും കേട്ടോ. വേറെ എന്താ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പറയാനുള്ളത്, ഇനി കുറച്ച് അഡ്വാൻസ്ഡുള്ള കാര്യങ്ങളാണ്. 3D റെൻഡറിങ് ഒക്കെ ആണ് നമുക്ക് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അയച്ചു തരാൻ പറ്റും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.